കുറച്ച് നാൾ കൊണ്ട് എലിസബത്ത് ഉദയൻ്റെ കുറച്ച് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ അണ്ണാച്ചി ബാലയായിട്ട് എലിസബത്ത് ബാലയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ എലിസബത്തിന് ഒരുപാട് അവർ രണ്ടുപേരും കൂടെ കഴിയുന്ന സമയത്ത് ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കുകയും അസഭ്യ വാക്കുകൾ കൊണ്ടും മർദ്ദനം കൊണ്ടും ഒരുപാട് സഹിച്ച ഒരു പെൺകുട്ടിയാണ് എലിസബത്ത്. അപ്പം ഇതിനു മുമ്പ് അമൃത എന്ന പെൺകുട്ടി ഒരുപാട് സഹിച്ചായിരുന്നു. അടിയിടിയൊക്കെ കൊണ്ട് സഹിക്കെട്ടാണ് കളഞ്ഞിട്ട് പോയത്. അമൃതയുടെ വയറിലൊക്കെ ചവിട്ടുകയും അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ അപ്പം ആ മോള് തന്നെ പറയുന്നുണ്ട്, ഈ അമൃതയുടെ മോള് തന്നെ പറയുന്നുണ്ട് ഒരുപാട് മമ്മി ഒരുപാട് സഹിച്ചെന്നും ആ കുട്ടിക്ക് അറിവായ സമയത്തൊക്കെ ഒരുപാട് ഉപദ്രവങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ അങ്ങ് പോയി. പിന്നെ അത് ഡിവോഴ്സ് കേസിലേക്കൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനിടയിൽ തന്നെ ഈ എലിസബത്ത് ഉദയൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ഡോക്ടറാണ്. അപ്പോൾ ആ കുട്ടിയെ കല്യാണം കഴിച്ച് കുറേ നാളൊക്കെ ഇങ്ങനെ ജീവിച്ച് ആ ജീവിതത്തിൻ്റെ ഇടയിൽ തന്നെ ഇവർ വീഡിയോസുകളൊക്കെ ഇടുന്നുണ്ട്. ഓരോരുത്തരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ ബാല എന്ന് പറയുന്ന അണ്ണാച്ചി ഇയാൾ ഓരോ രംഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്നും പിന്നെ ഞാൻ ഇങ്ങനെയാണ് തന്നെ ഒരു സ്വർണം തന്നെ എടുത്ത് കയ്യിലിട്ട് കൊടുത്തിട്ട് പിന്നെ അത് വാങ്ങിച്ച് ഊരി അങ്ങ് വെക്കുക. അപ്പോഴെന്തുകൊണ്ടാണ് ഇത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതുപോലെ ആളുകൾക്ക് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ചെക്ക് കൊടുക്കണമെങ്കിലും അത് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യും എന്നാണ് പറയണത്. എലിസബത്തുമായിട്ട് കുറേ നാൾ ഇങ്ങനെ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്ന് അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളായി. അവിടെ തന്നെ ആ എലിസബത്ത് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ വേറെ സ്ത്രീകളൊക്കെ വരികയും പ്രായം ചെന്ന സ്ത്രീകളാണെന്ന് പറയുന്നു. 60 വയസ്സായ സ്ത്രീകൾ അങ്ങനെയൊന്നും ഇല്ലെന്നും ഈ ഒരു കാര്യത്തിൽ അങ്ങനെയുള്ള ഒരിതില്ല. അതാണ് പറയണത്. എലിസബത്തിൻ്റെ മുമ്പിൽ കൂടി തന്നെ കൊണ്ടുപോവുകയും എലിസബത്ത് പാതിരാത്രിയിൽ കിടന്ന് 1 മണി സമയത്ത് രാത്രി 1 മണി അർദ്ധരാത്രി സമയത്ത് വേറെ ഏതോ ഒരുത്തനെ അതിനകത്ത് കൊണ്ടുവരികയും ഈ ബാല കൊണ്ടുവരണം എന്നാണ് പറയണത്. കൊണ്ടുവന്ന് അതിനകത്ത് റൂമിനകത്തോട്ട് കയറണത്. അപ്പോഴേ എലിസബത്ത് ഇറങ്ങാനൊക്കെ പറയുന്നുണ്ട്. അയാൾ മദ്യപിച്ച് അങ്ങ് ലെക്ക് കെട്ടാണ് ഇങ്ങനെ വരുന്നത്. വീട്ടിൽ ആണുങ്ങളെയൊക്കെ കൊണ്ടുവരക്കൂ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഈ കുട്ടി ഒരുപാട് സഹിച്ചായിരുന്നു എന്ന് പറഞ്ഞാൽ ഇടിയും തൊഴിയും എല്ലാം സഹിച്ച് അതിനായിട്ട് തന്ത്രപൂർവ്വം നിൽക്കുമായിരുന്നു. ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മോളെ മക്കളെ എന്നുള്ള വിളിയും പിന്നെ അതിനുശേഷം അതിനകത്ത് ഈ കുട്ടിയെ ഭയങ്കരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അങ്ങനെയൊക്കെ ഉപദ്രവിക്കുമായിരുന്നു. അതിനിടയിൽ ആ വീട്ടിൽ തന്നെ വേറെ ഈ എലിസബത്തിന് നിൽക്കുമ്പോൾ തന്നെ ഈ ഗോകുല അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയണത്. അവിടെ വരുമായിരുന്നു. അവർ ഒരുപാട് നാൾ കൊണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട്. അവർ വിളിക്കുകയും പറയുകയും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ഈ എലിസബത്ത് അതിനുശേഷം കുറേ വോയിസുകളൊക്കെ പുറത്ത് വിടുകയും എലിസബത്തിൻ്റെ ചാനലിലൂടെ അപ്പോഴീ നമ്മളെ അണ്ണ ഇങ്ങോട്ട് ഇളവിയിട്ട് എന്തോ ഇത് അണ്ണന് കുറേ നാളൊക്കെ ഇങ്ങനെ ഇരുന്ന് പിന്നെ അതിനുശേഷം പറഞ്ഞിട്ട് എലിസബത്ത് നല്ല മോളാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്ന് മീഡിയയുടെ മുന്നിലൊക്കെ പറഞ്ഞ് എന്തുണ്ടെങ്കിലും ആൾ വന്ന് ഒന്നി അഭിമുഖം കൊടുക്കും. ഇതാണ് അവിടെ നടക്കുന്നത്. ഇതാണ് ആളിൻ്റെ പ്രതികരണം. അതുവരെ ഒന്നും പറയാതിരുന്നതാണ്. പക്ഷേ ഇയാളെ ഈ സ്വഭാവം വെച്ചിട്ട് എലിസബത്ത് എല്ലാം തുറന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾക്ക് കുറേ ആളുകളും ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരിത് എന്ത് പറഞ്ഞാലും തോക്കെടുക്കും വെടിവെക്കാൻ ടിഷ്യൂ എന്നും പറഞ്ഞൊരു വെടിവെപ്പാണ്. റെക്കോർഡുകൾ എല്ലാം പുറത്ത് വിട്ടതിന് ശേഷം എന്തേലും ചെയ്തു ഒരു ദിവസം ബാല കൊണ്ടുവന്നു കേസ് വിട്ടു. പിന്നെ അതിനുശേഷം ഈ റെക്കോർഡുകളെല്ലാം പുറത്ത് വിട്ട എലിസബത്തിനെ പിന്നെ കാണാനേ ഇല്ല. അതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന് എലിസബത്ത് വിജയിച്ച് വരട്ടെ, നല്ല മോളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. എലിസബത്തിൻ്റെ ചാനലിൽ കാണാനില്ല. അങ്ങനെ ആയപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനായി. എലിസബത്ത് എന്തോ നമ്മളെ അണ്ണൻ കൊണ്ടുവന്ന് കേസും കൊടുത്തായിരുന്നു. അപ്പോഴങ്ങനെ ആയപ്പോൾ എന്തോ എലിസബത്തിനെ ഇതിലോട്ട് ചാനലിൽ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പം ഇന്നലെ 2 ദിവസമായി എലിസബത്ത് ചാനൽ വഴി വന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്തിരി ഒരിതായിരുന്നെന്ന് പറഞ്ഞാൽ എലിസബത്ത് എല്ലാവരും പറയുമായിരുന്നു എലിസബത്ത് കേസ് ആദ്യമേ പറയുമായിരുന്നു പെറ്റീഷൻ പെറ്റീഷൻ ഒരിക്കലും കണ്ടുകൊണ്ട് കൊടുത്തപ്പോൾ അത് സ്വീകരിച്ചില്ലെന്നോ അങ്ങനെയും കണ്ട പറയുന്നതായിട്ട്. അതങ്ങനെയാണ്.
അല്ല അയാളെ കേസൊക്കെ അവിടെ സ്വീകരിച്ച് അവിടെ വെച്ച് പിന്നെ എലിസബത്ത് അതിൻ്റെ പിന്നാലെ പോയി. അപ്പം എലിസബത്ത് ഇപ്പം കേസുമായിട്ട് പോയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എലിസബത്തിൻ്റെ കുറച്ച് വാക്ക് കേൾക്കാം. ആക്ച്വലി കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ മെസ്സേജുകളും അതുപോലെ തന്നെ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഹാപ്പിയാണോ, സേഫാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ അന്വേഷിക്കണമെന്നൊക്കെ. സോറി, ചില കാരണങ്ങൾ കൊണ്ട് അതിന് സോറി പറയേണ്ടി കാര്യമില്ല. എന്ന് പറഞ്ഞാൽ എലിസബത്തിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതിന് ജനങ്ങളെ മുന്നിൽ സോറി പറയേണ്ടി ഒരു കാര്യവും ഇല്ല. ഒരു പാവം കുട്ടിയാണ് എലിസബത്ത്, ഒരുപാട് സഹിച്ച ഒരു കുട്ടിയാണ് എലിസബത്ത്. അതിന് സോറി പറയണ്ട. അപ്പോൾ ബാക്കി കേൾക്കാം. ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. താങ്ക് യു. നിങ്ങൾ സീരിയസ്ലി കൺസേൺ ആയിട്ടുള്ള കാര്യമാണ്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അന്വേഷിക്കണേന്ന് അറിയാം. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യണത്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലത്തെ കുറേ സ്റ്റെപ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടൊക്കെ അത് പറഞ്ഞത് ആളുകൾ ജനങ്ങളെല്ലാവരും പറഞ്ഞായിരുന്നു. എലിസബത്തിൻ്റെ കൂടെ നിന്നിട്ട് എല്ലാവരും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തി എലിസബത്ത് പിന്നെ കേസ് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞ് അതിൻ്റെ ഒരു ഇതാണ് പറയണത്. അപ്പം അത് കേസ് കൊടുത്തു കാണും. പറയാൻ പറ്റില്ല. എല്ലാം നല്ലതായിട്ട് നടക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന വിചാരിക്കണം. പിന്നെ കുറേ പേര് സീരിയസ്ലി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഞാൻ ആക്ച്വലി ചെയ്തത് ദിവസം വീഡിയോ ഇടാതിരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്. സോറി. ഞാൻ മെസ്സേജുകൾ കാണുന്നുണ്ടായിരുന്നു. ഇത്തിരി ഇടാത്തതിൽ ഇത്തിരി കുറ്റബോധമൊക്കെ ഉണ്ടായിരുന്നു. സോറി. നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള കൺസേണിന് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പ്രേയേഴ്സ് പ്രതീക്ഷിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എലിസബത്ത് കേസ് കൊടുത്ത് അത് തുറന്ന് പറയണില്ല, തുറന്ന് പറയാൻ പറ്റില്ല. അത് അതിൻ്റെ ഇതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ നാൾ കൊണ്ട് ഈ ജനങ്ങൾ പറയണ എലിസബത്തിൻ്റെ അടുത്ത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം, എലിസബത്തെ മോളെ നീ പിന്നെ ഒരു കേസ് കൊടു എന്നെത്രയോ പ്രാവശ്യം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇപ്പം എന്തായാലും അത് ചെയ്തെങ്കിൽ നല്ല കാര്യം. എന്ത് തന്നെയായാലും നമ്മളെ ബാലണ്ണൻ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്ത് എലിസബത്ത് കുറച്ച് നാൾ എനിക്ക് തോന്നണം അതിൻ്റെ പിന്നാലെയും കണ്ടേരുന്നു. അതുകൊണ്ടാണ് കേസുമായിട്ട് പോയത് കൊണ്ടാണ് മുഖം കാണിച്ച് വരാതിരുന്നത്. മീഡിയ ഇതിൻ്റെ മുന്നിൽ ചാനലിൻ്റെ മുന്നിൽ വരാത്തതിൻ്റെ കാര്യം അതാണ്. ഇപ്പം എലിസബത്ത് മുഖം കാണിച്ച് വന്ന് അതിന് വളരെ നന്ദിയുണ്ട്. ജനങ്ങളെ അറിയിച്ചതിന് നന്ദി. പക്ഷേ മാപ്പ് ക്ഷമയൊന്നും ചോദിക്കണ്ട. ജനങ്ങളെ അറിയിച്ചതിന് നന്ദി. വേറെ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് അറിയിച്ചതിന് നന്ദി. എന്ത് തന്നെ ആയാലും നമ്മളെ ബാലണ്ണൻ ഇനിയിപ്പോൾ അടുത്ത കോകില കുറേ പാചകങ്ങളും കാര്യങ്ങളും ആയിട്ട് മാമ തിന്നു മാമ ഊട്ടു മാമ എന്നും പറഞ്ഞും കൊണ്ടൊക്കെ കൊണ്ടുവന്ന് മാമാരെ വായിലോട്ടൊക്കെ കുത്തി ഇറക്കുന്നുണ്ട്. ചിക്കനൊക്കെ വെച്ച് നമ്മളെ മാമയെ എന്നാ കോക്കില എന്നും പറഞ്ഞ് തിരിച്ച് കുത്തി ഇറക്കുന്നുണ്ട്. ഇങ്ങനെ അല്ല കേട്ടോ. എലിസബത്തിൻ്റെ വായിൽ ഒരു ഓണത്തിന് അത് നല്ല ഓർമ്മയുണ്ട്. എലിസബത്ത് ഓണത്തിന് സദ്യയെല്ലാം ഒരുക്കി ടേബിളിൻ്റെ മുന്നിൽ ഫുഡെല്ലാം റെഡിയാക്കി, ചോറും കറികളെല്ലാം റെഡിയാക്കി കൊണ്ട് വെച്ചിട്ട് ആ പാവം ഫുഡ് നിരത്തി വിളമ്പിയതിന് ശേഷം ബാലയെ വിളിച്ച് ആള് കുടിച്ച് നല്ല ഫിറ്റായിരിക്കണം. വേറെ ആരൊക്കെയോ അവിടെ ഉണ്ട്. ഈ പാവം ഇയാൾ വന്നിരിക്കുകയാണ്. അപ്പോഴും ഒരു പിടി ചോറ് വാരി കറിയും കൂടെ വാരി ബാലയുടെ വായിലോട്ട് വെച്ച് കൊടുക്കാനായിട്ട് പോയപ്പോൾ അയാൾ തിരിച്ച് ആ ചോറെല്ലാം കൂടെ കുഴച്ച് കറിയും കുഴച്ച് എലിസബത്തിൻ്റെ അണ്ണാക്കിലോട്ട് കുത്തി അങ്ങ് ഇറക്കി. കഷ്ടം. കുത്തി ഇറക്കിയിട്ട് എഴീച്ചു, നീ പോടാ പോ. എന്തോരു ജന്മങ്ങളാണിതൊക്കെ. ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് അതിനെ നോക്കാൻ പോലും വയ്യാതെ.
അത് പറയാൻ തന്നെ വയ്യ. ഇതിപ്പോൾ നാലാമത്തെ എണ്ണം പറയണത് നമ്മളെ കോകിലയും കൊണ്ടാണ് ഇപ്പം നടക്കുന്നത്. കോകില പിന്നെ അവരെ അവിടെ ചേരും. മാമാ മാമാ പുണ്ണ്, മാമാ 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 എന്നും പറഞ്ഞ് നടക്കണം. മാമാ മാമാ കൈനോക്കാറ് വിളിക്കും പോലെ മാമാ മാമാ മാമാ. ഇപ്പം തിരിച്ചു കോക്കില കോക്കില കോക്കില. ഇത് തന്നെയാണ്. എന്തായാലും കോക്കിലയും ബാലയും ജീവിക്കട്ടെ. എന്തോ നടക്കാൻ പോണത്. എല്ലാം നല്ലത് വരട്ടെ.